നമസ്കാരം. ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഈ മാസം 26-ാം തീയതി ഓണം. അപ്പൊ ഓണത്തിന് മുമ്പേ സിനിമകൾ ഇറങ്ങുമല്ലോ. അപ്പൊ ഇത്തവണത്തെ ഓണം ക്ലാസ് ആയിട്ട് വന്നിരിക്കുന്നത് ദുൽഖർ സൽമാന്റെ അയങ്കിനും പൃഥ്വിരാജ് സുകുമാരന്റെ ഖലീഫയും നീമ്പോളിയുടെ ബദ്രംഗ് യൂണിറ്റുമാണ് ഇത്തവണ ഓണം ക്ലാസ് ആയിട്ട് വരുന്നത്. 20-ാം തീയതിയാണ് അയങ്കേമും ഖലീഫ ഇറങ്ങുന്നത്. 21-ാം തീയതിയാണ് ബദ്രംഗ് യൂണിറ്റ് ഇറങ്ങുന്നത്. പക്ഷെ ഇന്ന് പുതിയൊരു അപ്ഡേറ്റ് വന്നു. ദുൽഖർ സൽമാൻ ഒഫീഷ്യലായിട്ട് ഇട്ടു. ഈ മാസം 20-ാം തീയതി ഇറങ്ങായിരുന്ന ഓണം സിനിമയായിട്ട് ഇറങ്ങായിരുന്ന അയങ്കേം എന്ന സിനിമ സെപ്റ്റംബർ 3-ാം തീയതിയിലേക്ക് മാറ്റിയത്. എന്റെ കാരണം നമുക്കറിയത്തില്ല. പക്ഷെ സെപ്റ്റംബർ 3-ാം തീയതിയിലേക്ക് മാറ്റിയത് നല്ല കാര്യമാണ് ഞാൻ പറയുന്നത്. കാരണം അവര് പേടിച്ചോടിയൊന്നുമല്ല, അവർക്ക് പേടിക്കുന്ന കാര്യമില്ല, ഒന്നുമില്ല. എന്തെങ്കിലും കാരണം കാണും, അതുകൊണ്ടായി സെപ്റ്റംബർ 3-ാം തീയതിക്ക് മാറ്റിയത്. പക്ഷെ എന്റെ ഒരു അഭിപ്രായത്തിൽ സെപ്റ്റംബർ 3-ാം തീയതിക്ക് മാറ്റി നന്നായി. കാരണം അത് വലിയൊരു ബഡ്ജറ്റ് ചിത്രമാണ്, അത് ഹിറ്റാൻ ചാൻസ് ഉള്ള ഒരു പടമാണ്. അപ്പൊ ഈ ഓണം ക്ലാസ് എന്ന് പറയുമ്പോൾ ദുൽഖർ, നീമ്പോളി, പൃഥ്വിരാജ് 3 പടമുണ്ട്. അതിന് മുമ്പ് സൂര്യയുടെ പടം വരുന്നുണ്ട്. അതിന് മുമ്പ് ലാലേട്ടൻ മോഡൽ പടം കിടപ്പുണ്ട്. 26-ാം തീയതി ടോക്സിക് ഒന്നും ഇവിടെ നിന്ന് ഹിറ്റാകത്തൊന്നുമില്ല. അതൊക്കെ ട്രെയിലർ കാണുമ്പോൾ അറിയാം, ഒരു ചളിപ്പടമാണ്. അങ്ങനെ ഒത്തിരി പടങ്ങൾ വരുന്നുണ്ട്. അപ്പൊ എല്ലാ പടങ്ങളും തീർത്തും പിടിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് തീർത്ത് കുറയും. എങ്കിലും ദുൽഖർ സൽമാന്റെ പടത്തിന് തീർത്ത് കൂടുതൽ കിട്ടത്തുള്ളൂ, കളക്ഷൻ എല്ലാം കൂടുതൽ കിട്ടത്തുള്ളൂ, അതെല്ലാം ഓക്കെ. പക്ഷെ എങ്കിലും ഇതൊരു സോളോ റിലീസായിട്ട് വരുവാണെങ്കിൽ ഒരുപാട് കളക്ഷൻ കിട്ടും. അത്ര വലിയ പടമല്ലേ, ഒരുപാട് ജനങ്ങളിലേക്ക് എത്തും. ഇത് പാൻ ഇന്ത്യ സിനിമയായിട്ട് ഇറങ്ങുന്നത്, വേൾഡ് മൊത്തം ഇറങ്ങുന്നതാണ്. പിന്നെ പാൻ ഇന്ത്യ സിനിമയായിട്ട് ഇറക്കുന്നത്, 5 ഭാഷ ഇറങ്ങുന്നതാണ്. ഇതിനെല്ലാം ഗുണം ഉണ്ടാകണ ഒരു സോളോ റിലീസ് ആയിട്ട് വന്നാലേ ഗുണം ഉണ്ടാക്കുന്നത് ചിലപ്പോൾ അവർക്ക് തോന്നിക്കാണുമായിരിക്കും. അതായിരിക്കും അവർ മാറ്റിയത്. അല്ലെങ്കിൽ എന്തെങ്കിലും സാങ്കേതിക കാരണത്താലായിരിക്കും മാറ്റിയത്, അത് വേറെ കാര്യം. സോഷ്യൽ മീഡിയ പറയുന്നത് ദുൽഖർ പേടിച്ചോടി, അതാണ് ഇതാണ്, പ്രത്യേക പടം വരുന്നുണ്ട്, നീമ്പോടെ പടം വരുന്നത്, ടോക്സിക് വരും, ഇതിനൊക്കെ പേടിച്ചോടി എന്ന് പറയാം. അതിനൊന്നും ഒരു വിഷയമില്ല. അതായത് കോവിഡ് സമയത്ത് എല്ലാവരും മലയാള സിനിമ ഒന്നടങ്കം എന്നല്ലേ സൂപ്പർ സ്റ്റാർ ലാലേട്ടൻ പോലെ സിനിമകൾ ഇറക്കാൻ പേടിച്ചിരുന്ന സമയത്ത് യങ് സൂപ്പർ സ്റ്റാർ ദുൽഖർ സൽമാൻ തന്റെ അടുത്ത് ഇറക്കിയ സിനിമയാണ് കുറുപ്പ് എന്ന സിനിമ. ഫസ്റ്റ് ഡേ 10-20 കോടിയാണ് ഫസ്റ്റ് ഡേ കിട്ടിയ ഒരു പടമാണ്. ബ്ലോക്ക് ബസ്റ്റർ ആണ് സിനിമ. 85 കോടി, 50% ഒക്കീപ്പിന് ഇറക്കിയിട്ട് 85 കോടി കിട്ടി. അപ്പൊ 100% ഒക്കീപ്പിലായിരുന്ന 150 കോടി മുകളിൽ പോയാൽ. അപ്പം അങ്ങനെ ഇറക്കിവിട്ട ആളാണ്. അദ്ദേഹത്തിന് പേടിയൊന്നും ഇല്ല. പേടി എന്ന് പറഞ്ഞ സാധനമില്ല, നികണ്ടയിലില്ല പേടി. ഇതൊന്നും പേടിച്ചിട്ടൊന്നുമില്ല, എന്തെങ്കിലും കാരണത്താൽ മാറ്റിയതായിരിക്കും. പക്ഷെ മാറ്റി നന്നായി ഞാൻ പറഞ്ഞു. കാര്യം സെപ്റ്റംബർ 3-ാം തീയതി പറയുമ്പോൾ വ്യാഴാഴ്ചയാണ്. അതിന് പിറ്റേ ദിവസം വെള്ളിയാഴ്ച ശ്രീകൃഷ്ണ ജയന്തി, അതിന്റെ പിറ്റേ ദിവസം ശനിയാഴ്ചയാണ്, അതിന്റെ പിറ്റേ ദിവസം ഞായറാഴ്ചയാണ്. ഈ 4 ദിവസമുണ്ട്. ഈ 4 ദിവസം കൊണ്ട് മാക്സിമം ഓടാനത്ര ഓടിക്കാം, നല്ല കളക്ഷൻ കിട്ടാനത്ര കിട്ടും. വേൾഡ് വൈഡ് പണം എങ്ങാനും ബ്ലോക്ക് ബസ്റ്റർ അടിച്ചു പിന്നെ വർക്കിംഗ് ഡേ ആണ് പിറ്റേ ദിവസം തിങ്കളാഴ്ച. എങ്കിലും നല്ല പടമാണെങ്കിൽ എത്ര വർക്കിംഗ് ഡേ ആണെങ്കിലും, എത്ര വലിയ പരീക്ഷയാണെങ്കിലും, എത്ര പേമാരി വന്നാലും മഴ വന്നാലും ആൾക്കാർ ഇടിച്ചില്ല കയറും പടം കാണാൻ. നല്ലതാണെങ്കിൽ. മോശമാണെങ്കിൽ ഈ 4-ാം ദിവസം കഴിഞ്ഞ പിന്നെ 5-ാം ദിവസം പടം ഓടത്തില്ല. പക്ഷെ നല്ലതാണ്, പിന്നെ അങ്ങോട്ട് തിരക്കുമായിരിക്കും. അത് ഏത് പടം ഓടിയെന്ന് പറഞ്ഞാലും പിന്നെ ആ പടത്തിന് കളക്ഷൻ കിട്ടും, നല്ല ഓട്ടം കിട്ടും. അപ്പം 3-ാം തീയതി ഇറക്കുന്നതാണ് നല്ലത്. എനിക്ക് ഒന്നും വലിയ ദിവസങ്ങളൊന്നും ഇല്ല, 10-21 ദിവസമുള്ളൂ ഇനി റിലീസിന്. അപ്പൊ അത് മതി എന്നാണ് എന്റെ ഒരു അഭിപ്രായം. പിന്നെ ഓരോരുത്തരൊക്കെ ഓരോ കിംബന്തികളൊക്കെ പറഞ്ഞുണ്ടാക്കുന്നതാണ്, പേടിച്ചോടിയതൊക്കെ പറഞ്ഞത്, അതൊക്കെ ചുമ്മാ അവരൊക്കെ പറഞ്ഞുണ്ടാക്കാലോ. അതുകൊണ്ട് പൃഥ്വിരാജിന് ഒരു ആശ്വാസമായി, നീമ്പോളിക്ക് ഒരു ആശ്വാസമായി. കാരണം ദുൽഖർ സൽമാന്റെ പടം ഇറങ്ങിക്കഴിഞ്ഞാൽ ഈ പൃഥ്വിരാജിന്റെ പടത്തും ദുൽഖർ സൽമാന്റെ പടം ഒരുപോലെ 20-ാം തീയതിയാണ് വെച്ചിരുന്നത്. ഒരുപോലെ ഇറങ്ങിക്കഴിഞ്ഞാൽ പൃഥ്വിരാജിന്റെ പടത്തിനെക്കാട്ട് കൂടുതൽ ആൾ ദുൽഖർ പടത്തെ കയറത്തുള്ളൂ. ദുൽഖറിന്റെ പടത്തിനാണ് ഫസ്റ്റ് ഡേ കളക്ഷൻ എല്ലാം കിട്ടത്തുള്ളൂ. പൃഥ്വിരാജിന് അറിയാം. അടുത്ത പടം ഇറങ്ങുന്ന നീമ്പോളിയുടെ കുടുംബചിത്രമാണെങ്കിലും അതിനും ഇതിനത്രയൊന്നും ആള് തിരക്കും വരത്തില്ല, കളക്ഷൻ ഒന്നും കിട്ടത്തില്ല. അത് അവർ രണ്ടുപേർക്കും അറിയാം. അപ്പൊ ദുൽഖറിനും അറിയാം, അവർക്കും അറിയാം, പ്രേക്ഷകർക്കും അറിയാം. അതുകൊണ്ട് ദുൽഖർ പേടിച്ചോടുന്നില്ല, ദുൽഖറിന് പേടിയില്ല. അപ്പൊ മാറ്റിയത് നന്നായെന്നാണ് ഞാൻ പറയത്തുള്ളൂ. എന്തെങ്കിലും കാരണം കാണും, അതുകൊണ്ടായി മാറ്റിയത്. അതുകൊണ്ട് ഇപ്പം ഈ ഓരോ ദിവസം ഗ്യാപ്പിലല്ലേ നിമ്പോളോടും പൃഥ്വിരാജോടും ഒരേ ദിവസം ഗ്യാപ്പിൽ ഇറങ്ങുന്നത്. ഒന്ന് 20-ാം തീയതി ഖലീഫ് ഇറങ്ങുന്നത്, 21-ാം തീയതി ബദലയും കൂടും യൂണിറ്റ് ഇറങ്ങും. ചിലപ്പോൾ രണ്ടും പൊട്ടും, ചിലപ്പോൾ രണ്ടും വിജയിക്കും, ചില പേരൊന്നും വിജയിച്ചിട്ടായി. ടോക്സിക് നോക്കണ്ട, അത് ഗീതമാസ സംഭവം, അതൊക്കെ ഇത്രത്തോളം നമുക്കറിയാം. അത് യാഷിനെ കൊണ്ട് പറ്റുന്ന ഒറ്റ പടമേ ഉള്ളൂ, KGF 1, 2. ഇനി 3 ഇറങ്ങി ചിലപ്പോൾ പറ്റുമായിരിക്കും. വേറൊരു പടവും യാഷിനെ കൊണ്ട് പറ്റത്തില്ല, അത് നമുക്കറിയാം. യാഷിന് മുമ്പത്തെ പടങ്ങളൊക്കെ എടുത്ത് നോക്കിയാൽ അറിയാം, ഒന്നിനും കൊള്ളാത്ത അഭിനയം കാര്യങ്ങളൊക്കെയാണ്. ഏത് മാസം ഇവിടെ നിന്ന് ആരും ഡേറ്റ് കൊടുക്കാതെ അവിടെ പോയി യാഷിനെ വെച്ചെടുത്ത്. പക്ഷെ അതൊക്കെ ട്രെയിലർ കണ്ടിട്ട് ഒരു ചെളിപ്പടമാണ് എനിക്ക് തോന്നിയിട്ടുണ്ട്. ട്രെയിലർ കണ്ടിട്ട് പടം നന്നാകാൻ ചാൻസ് ഇല്ല. ഗീതമാസന്റെ ഡയറക്ഷൻ പറഞ്ഞ ഇത്രത്തോളം നമുക്കറിയാം. അതിന് ലാഗും കാര്യങ്ങളൊക്കെ വരും. അവിടെ ടോക്സിക് നമുക്ക് പേടിയില്ല. ദുൽഖറിനൊക്കെ പടം കാണുമ്പോൾ ടോക്സിക് അല്ല, 6-ആയ പടം ഇറക്കിയെന്ന് പറഞ്ഞാലും ഒരു ഗുണം ഉണ്ടാകത്തുമില്ല. ഇത് പൃഥ്വിരാജിന് സമാധാനമായിട്ട് പടം റിലീസ് ചെയ്യാം. ഇറങ്ങുന്ന വേറെ പടങ്ങളൊന്നും ഇറങ്ങുന്നില്ല. അതുകൊണ്ട് നല്ല കളക്ഷൻ ഫസ്റ്റ് ഡേ കിട്ടും. അത് ലാലേട്ടൻ ഉണ്ടായിട്ട് പൃഥ്വിരാജിന്റെ പടത്തിന് ഫസ്റ്റ് ഡേ നല്ല കളക്ഷൻ കിട്ടും. ലാലേട്ടൻ എല്ലാ പടത്തിനും വലിയ ആളും കാണുന്നതിന് കളക്ഷൻ കിട്ടത്തില്ല, വേറെ ഇല്ല. പിന്നെ നീമ്പോളിയുടെ പടം എന്ന് പറഞ്ഞാൽ എനിക്കതിന് വലിയ വിശ്വാസമൊന്നുമില്ല. ഗ്രീഷയുടെ 3 പടം ഒരേ മോഡൽ തന്നെയാണ്. ഈ പടം കണക്കെ തന്നെ ആയിരുന്നു. അതുകൊണ്ട് ഈ 2 പടത്തിന് എനിക്ക് വിശ്വാസമില്ല. ഖലീഫിനും വിശ്വാസമില്ല. ഖലീഫ വിശ്വാസം പറഞ്ഞാൽ പൃഥ്വിരാജ് സ്ഥിരം കാണുന്ന പാറ്റേണായിരിക്കും. വൈശാഖാണ്, ഒരു മാറ്റം ഇല്ല, ഒരു അപ്ഡേറ്റ് ഇല്ല, ചെയ്യുന്നൊരു സംവിധാനമാണ്. ജിനു ജനാർദ്ദനാണ് അതിന്റെ തിരക്കഥ. എനിക്കൊരു വിശ്വാസമില്ല ആ പടത്തിന്.
ഈ രണ്ടു പടത്തിൽ എനിക്ക് വിശ്വാസം, എനിക്ക് ആ പാട് വിശ്വാസമുള്ളത് അയാൻ ഗെയിമിലാണ്. പക്ഷെ അത് സെപ്റ്റംബർ 3-ാമത്തിലേക്ക് മാറ്റി. ഞാൻ അതിനൊരു കട്ട വെയിറ്റിംഗാണ്. അപ്പം അതാണ് വിജയിക്കാൻ ചാൻസ് ഉള്ള പടം എന്ന് എനിക്ക് തോന്നുന്നത്. പിന്നെ ഓരോരുത്തർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നീമ്പോളി വലിയ സംഭവമാണ്, അതാണ്. ഒരു സംഭവമില്ല. നീമ്പോളിക്ക് ഒരു ഫാൻ സ്ട്രോങ് ഇല്ല. പൃഥ്വിരാജിനും അത് തന്നെ ഇല്ല. പൃഥ്വിരാജ് ഉണ്ടെങ്കിൽ ആള് കയറുന്ന ലാലോട്ട് ഉണ്ടാകാനാണ്. നീമ്പോളിയും ദുൽഖറിനെയും ഈ ആർട്ടിസ്റ്റും ഡയറക്ടറിന്റെ പടം എല്ലാം 2023 ഇറങ്ങിയ ഒരു പടം. നീമ്പോളി ഇവിടെ നിലനിന്നും തൊട്ടിട്ടില്ല. ദുൽഖറിന്റെ പടം കിങ് ഓഫ് എന്ന് പറഞ്ഞ പൊട്ടി എന്ന് പറഞ്ഞിട്ട് നല്ല കളക്ഷൻ കിട്ടി. OTT പിടിച്ചു. എപ്പോഴും OTT ഓടുന്നത്, ടിവിയിലൊക്കെ എപ്പോഴും വരുന്നുണ്ട്. അത്യാവശ്യം നല്ല കളക്ഷൻ കിട്ടി. ആദ്യത്തെ ഒരാൾക്ക് നല്ല തിരക്കുമായിരുന്നു. പടം പൊട്ടി എന്ന് പറഞ്ഞിട്ട് ആദ്യത്തെ ഒരു ദിവസം ഫുൾ നെഗറ്റീവ് വന്നൊരു പടമായിട്ട് പോകും. അപ്പുറത്ത് നീമ്പോൾ പടം ഇറങ്ങിയിട്ടുണ്ട് അതൊന്ന് ഓണത്തിന്. ആ ഒറ്റ മനുഷ്യൻ ഫസ്റ്റ് ഡേ ഇല്ലായിരുന്നു, അങ്ങോട്ട് ഒട്ടും മീനില്ല. ഒരു ദിവസം വാഷൗട്ടായി പറഞ്ഞു. നമ്മളാ നീമ്പോളുടെ പവർ അവർ പറഞ്ഞിട്ട് വരുന്നത്. ആ പടത്തിലോട്ട് OTT വന്നിട്ടില്ല. അപ്പൊ ഡീക്കിന് മുന്നിൽ ഇവരാരും ഒന്നുമല്ല. ഡീക്കിന് ആരും പേടിയില്ല. ഡീക്ക് പറയണം, അത് ഇറക്കും. പക്ഷെ എന്തെങ്കിലും കാരണം കാണും, അതുകൊണ്ടായിരിക്കും മാറ്റിയത്. അപ്പൊ സെപ്റ്റംബർ 3-ാം തീയതി നമുക്ക് കാണാം. നമ്മൾ പൊളിച്ചടിക്കിരിക്കും. അതുകൊണ്ട് കിംബന്തികൾ പറഞ്ഞുണ്ടാക്കുന്നവർ പറഞ്ഞുണ്ടാക്കിയോ പണം വേറെ ലെവലാകും.